ഇല്ല. നരേന്ദ്രമോദി സ്റ്റേഡിയം അതൊരു അശ്ലീലമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. മോഡൽ സ്കൂളുകൾ വരുമ്പോൾ ഞാൻ പറഞ്ഞത് മൊത്തം ഒരു റവല്യൂഷൻ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാവും. പാറ്റയെ കണ്ട പേടിയാ, പുള്ളിനെ കണ്ട പേടിയാ, പാറ്റ അവിടെ കണ്ട സ്കൂളിനെ മേടി കയറിയിരിക്കും. ആ കൊച്ചിനെയാണ് ഇതിന് വിടാൻ പോകുന്നത്. ഈ ആളുകളുടെ സ്കില്ലിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് സ്കാൻഡിനേവിയൻ കൺട്രീസിന്റെ യൂറോപ്യൻ കൺട്രീസിലൊക്കെയുള്ള അവരുടെ ഒരു വിദ്യാഭ്യാസ രീതി. ആ രീതി ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുള്ള അഭിപ്രായക്കാരനാണ്. ഒരു മതമല്ല പ്രശ്നം, എരിയുന്ന വയറിന്റെ തീയാണ് പ്രശ്നം, പിന്നെ ആര് പഠിപ്പിക്കുന്നു എന്നതല്ല പ്രശ്നം, എന്ത് പഠിപ്പിക്കുന്നു എന്നതാണ് പ്രശ്നം. രാജൻഭായ് നമസ്കാരം. നമസ്കാരം. PM ശ്രീ പദ്ധതി, ഈ PM ശ്രീ പദ്ധതിയെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് വരുന്നത്. RSS സിലബസ് കേരളത്തിലെ വിദ്യാഭ്യാസത്തിൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് PM ശ്രീ ഫണ്ടൊക്കെ എന്നൊക്കെയുള്ളൊരു രീതിയിലുള്ള ചില ആരോപണങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. എന്താണ് പറയാനുള്ളത്? PM ശ്രീ എന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ സ്കീം എന്നുള്ളതാണ്. അത് 2022 തൊട്ടാണ് അതിൻ്റെ ഒരു പ്രാരംഭ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിക്കുന്നത്. PM ശ്രീ എന്ന് പറയുമ്പോൾ പേരിന് തന്നെ പ്രത്യേകതയുണ്ട്. PM ശ്രീ എന്നാണ് കൊടുക്കുന്നത്. പണ്ട് കാലത്ത് നമ്മുടെയൊക്കെ പ്രധാനമന്ത്രിമാരുടെ എല്ലാം, പ്രത്യേകിച്ചും കോൺഗ്രസ് ഭരണ കാലഘട്ടത്തിലുണ്ടായിരുന്ന പദ്ധതികളുടെ എല്ലാം പേര് സിബി എന്ന് ആലോചിച്ച് നോക്കണം. നെഹ്റു യുവ കേന്ദ്ര, പിന്നെ നെഹ്റു വികാസ് ഫണ്ട്, ഇന്ദിരാഗാന്ധി ആവാസ് യോജന, ഇന്ദിരാ ആവാസ് യോജന, പാവപ്പെട്ടവർക്ക് വീട് കൊടുക്കുന്നത് ഇന്ദിരാ ആവാസ് യോജന പ്രകാരമായിരുന്നു. BJP അധികാരത്തിൽ എത്തിയതിനു ശേഷം പ്രധാനമന്ത്രി ആവാസ് യോജനയാക്കി മാറ്റി. അങ്ങനെ ആ രീതിയിൽ വ്യക്തികളുടെ പേരിൽ ഇതിങ്ങനെ ലേബൽ ചെയ്യപ്പെടുന്ന സ്ഥിതിയിൽ കുറേ മാറ്റം വരുത്താൻ BJP സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് ഫാക്റ്റാണ്. അതിനകത്ത് മറികടന്നു പോയൊരു സാധനം എന്ന് പറഞ്ഞാൽ അത് പിന്നെ ഗുജറാത്ത് സർക്കാർ ചെയ്തതാണ്. കേന്ദ്ര സർക്കാരിന് ഉത്തരവാദിത്വമില്ല. നരേന്ദ്രമോദി സ്റ്റേഡിയം അതൊരു അശ്ലീലമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. 56 ഇഞ്ച് നെഞ്ചളവ് എന്ന് പറയുന്നു, ഇവിടെ ഇരട്ടച്ചങ്ങൻ എന്ന് പറയുന്നു. ഇതൊക്കെ ഭയങ്കര മോശപ്പെട്ട രീതിയിലുള്ള പ്രയോഗങ്ങൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ആ രീതിയിലുള്ള പ്രയോഗങ്ങളോടൊക്കെയുള്ള വിയോജിപ്പ് നിലനിൽക്കുമ്പോൾ തന്നെ PM ശ്രീയുടെ ബേസിക് ആയിട്ടുള്ള അവരുടെ പർപ്പസ് എന്ന് പറയുന്നതിനോട് ഞാൻ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മുടെ നിലവിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിനകത്ത് ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് നമ്മളുടെ കുട്ടികൾ പുറത്തേക്ക് പോകുന്നത് എന്നുള്ളത് നമ്മൾ ആലോചിച്ചാൽ മതി. അവർ +2 കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ആഗ്രഹിക്കുന്നത് കാനഡയിലോ ഓസ്ട്രേലിയയിലോ എവിടെയെങ്കിലും പോയിട്ട് പഠിക്കാനാണ് ആലോചിക്കുന്നത്. UK യിലും US ലും പോകാൻ കഴിയാത്തവരാണ് കാനഡയോ ഓസ്ട്രേലിയ ഒക്കെ പ്രിഫർ ചെയ്യുന്നത്. സ്വിറ്റ്സർലൻഡ്, ന്യൂസിലൻഡ് അവിടോട്ടൊക്കെ കണ്ടമാനം പോകുന്നുണ്ട്, കുട്ടികൾ പോകുന്നുണ്ട്. ഇപ്പോൾ ഈ സംഭവത്തിനകത്ത് പറഞ്ഞു കഴിഞ്ഞാൽ 14,500ഓളം വരുന്ന സ്കൂളുകൾക്കകത്ത് ആധുനിക അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക, ഒരു മോഡൽ സ്കൂളുകളായിട്ട് അതിനെ മാറ്റുക. അത്തരം മാതൃകാ വിദ്യാലയങ്ങൾ വരുമ്പോൾ മറ്റു വിദ്യാലയങ്ങൾക്കും, പ്രത്യേകിച്ച് അൺഎയ്ഡഡ് സ്കൂളുകൾക്കും എയ്ഡഡ് സ്കൂളുകൾക്കും അവരുമായിട്ടൊരു മത്സര ബുദ്ധി ഉണ്ടാവുകയും അവരും നവീകരിക്കാൻ നിർബന്ധിതരാകുകയും ചെയ്യും. ഇല്ലെങ്കിൽ പിള്ളേർ ഇവിടെ പോകത്തില്ല. മറ്റേ സ്കൂളിലേക്ക് എങ്ങനെ അഡ്മിഷൻ കിട്ടാൻ ഇടിയായിരിക്കും ഈ മോഡൽ സ്കൂളുകളിലേക്ക്. ഒരു ബ്ലോക്കിൽ 2 ഉള്ളൂ എന്നുള്ള പരിമിതിയുണ്ട്. കാരണം രാജ്യത്ത് ഇത്രയും സ്ഥലത്തേക്ക് ഇതിനു വേണ്ടിയിട്ട് ഫണ്ട് അലോക്കേറ്റ് ചെയ്യാനുള്ള പ്രായോഗികമായിട്ടുള്ള പ്രയാസങ്ങളുണ്ട്. മാതൃകാ സ്കൂൾ എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ മാതൃകാ പോലീസ് സ്റ്റേഷൻ എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ മോഡൽ സ്കൂൾ വരുമ്പോൾ ആ മോഡൽ സ്കൂളിനെ അത് മോഡലാകുകയാണ്. മറ്റ് സ്കൂളുകൾ അത് ഫോളോ ചെയ്യാൻ നിർബന്ധിതരാകുന്നൊരു സ്ഥിതിയാണ് വരുന്നത്. അപ്പം മികച്ച ലാബുകൾ, സ്മാർട്ട് ക്ലാസ് റൂമുകൾ, അതേപോലെ തന്നെ ഡിജിറ്റൽ പഠനോപകരണങ്ങൾ നൽകുന്നു. കളിയിലൂടെ പഠിപ്പിക്കുക ചെറിയ ക്ലാസ്സിലെ കുട്ടികളെ. അവർക്കൊരു സ്ട്രെസ് കൊടുക്കാത്ത രീതിയിൽ അവരെ ശരിക്കും പറഞ്ഞാൽ പല രാജ്യങ്ങളിലും പിന്തുടരുന്ന രീതിയാണ്. നമ്മുടെ DPRP ആയിരിക്കുമോ? DPRP അല്ല. DPRP ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണ്ടത്ര ഗൃഹപഠനം നടത്താതെ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പ്രപ്പോസൽ അതേപടി അങ്ങ് പെട്ടെന്ന് ഇംപ്ലിമെന്റ് ചെയ്തു. അതിനകത്ത് വേണ്ടത്ര അക്കാദമിക് സ്റ്റഡി നടത്തിയിട്ടില്ല. ഇവിടത്തെ ഉള്ള വലിയ ബുദ്ധിജീവികൾ ഇരുന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തും അവർക്ക് കുഞ്ഞുങ്ങളുമായിട്ട് സംവദിക്കാൻ പോലും പറ്റത്തില്ല. ശാസ്ത്ര സാഹിത്യ പരിഷത്തിലുള്ള കുറച്ച് പേരൊഴിച്ചാൽ ഭൂരിപക്ഷം പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയോ ഉയരത്തിലിരുന്ന് ചിന്തിക്കുന്നവർ, അവിടെ നിലത്ത് നിന്ന് ചിന്തിക്കുന്നവരല്ല. അതിൻ്റെ പ്രശ്നമുണ്ട്. അവർക്ക് നമ്മളുമായിട്ട് പോലും സംവദിക്കാൻ പറ്റത്തില്ല. അവർക്ക് ബുദ്ധിജീവികളുടെ ഒരു നിലവാരത്തിൽ നിൽക്കുന്നത്, അതിൻ്റെ പ്രശ്നമുണ്ട്. ക്ലാസ്സുകളിലെ പഠന രീതികൾ വളരെ ലളിതമാക്കുക, അതേപോലെ നിലവാര പരിശോധന കൃത്യമായിട്ട് അത് ഉറപ്പുവരുത്തുക, പരിസ്ഥിതി സൗഹൃദമാവുക. അപ്പം ഇക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ സൃഷ്ടിക്കുക. സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികളെ മണ്ണുമായിട്ട് ചേർത്തും കാർഷിക രീതികളുമായും പ്രകൃതിയുമായും ഒക്കെ ഇണങ്ങിയും ജീവിക്കാൻ പ്രേരിപ്പിക്കുക എന്നൊക്കെയുള്ളതൊക്കെ. പ്രത്യേകിച്ചും ഒരു തമാശയുണ്ട് അതിനകത്ത്. ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്ന കുട്ടികൾക്ക് ഇത് പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിൽ വന്നു. പിള്ളേർക്ക് ഒരു അസൈൻമെൻറ്റ് കൊടുത്തു. അതോ തിരിച്ച് പ്രവാസി സ്കൂളിലാണെന്ന് തോന്നുന്നു. ഗൾഫിലൊരു സ്കൂളിൽ കുട്ടികൾക്ക് അസൈൻമെൻറ്റ് എടുത്തു, കോഴിയെ വരയ്ക്കാൻ അസൈൻമെൻറ്റ് കൊടുത്തപ്പോൾ കുട്ടികൾ വരച്ചത് KFCയിലെ കോഴിയെ വരച്ചു, ഗ്രിൽഡ് ചിക്കൻ വരച്ചു, ഇങ്ങനെ വിവിധ തരം കോഴികളൊക്കെ വരച്ചു. കറങ്ങുന്ന കോഴി, മറ്റേ കോഴി, തിരിയുന്ന കോഴി എല്ലാം വരച്ചു വെച്ചു. കാരണം അവർ ബാർബിക്യൂ വരച്ചു, ഇതൊക്കെ വരച്ചു. അവരിന്ന് വരെ ജീവിതത്തിൽ കോഴിയെ കണ്ടിട്ടില്ല. അപ്പം ഈ ഇതിനെല്ലാം കണ്ടു വളരുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അല്ല സത്യമായിട്ട് അവർ രാജൻഭായ് കോഴി എന്ന് പറയുമ്പോഴത്തേക്കും മറ്റു ചില ഓർമ്മകൾ കയറി വരും. അല്ല, നിങ്ങൾ വെറുതെ ഇതിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ പിടിച്ചിട്ടില്ല, അനാവശ്യമായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം എല്ലാവരും കോഴി അങ്ങനെ കാണാനുള്ള ഇപ്പം കുട്ടികളോട് കോഴിയെ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ MLA ഫോട്ടോ വരച്ചു വെക്കും മലയാളികളായിട്ടുള്ള കുട്ടികൾ. കാരണം അവർ TV തുറന്ന ഇതാ കാണുന്നത്. അപ്പം അതിലോട്ടല്ലേ ഞാൻ പോകുന്നത്. CV വെറുതെ ബുദ്ധിമുട്ടുണ്ടാക്കരുത്, സീരിയസ് ആയിട്ടൊരു കാര്യം സംസാരിക്കുമ്പോൾ. അപ്പം ഞാൻ പറഞ്ഞത് കോഴിയെ വരയ്ക്കാൻ പറഞ്ഞപ്പോൾ കുട്ടികൾ അങ്ങനെ വരയ്ക്കുക എന്നുള്ള ഒരു കോഴിയെ കണ്ടിട്ടില്ല. വേണ്ട, ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിലെ അൺഎയ്ഡഡ് സ്കൂളുകളിലോ ബാക്കിയുള്ള സ്ഥലത്തോ പോയിട്ട് ഇപ്പോൾ എറണാകുളം ടൗണിലുള്ള സ്കൂളുകളിലവിടെ പോയിട്ട് കോഴിയെ വരയ്ക്കാൻ പിള്ളേരോട് പറഞ്ഞാൽ ഗൾഫിലെ പിള്ളേർ വരച്ച പോലെ വരയ്ക്കും. കാരണം ഒരു കോഴിയെ കാണുന്നില്ല.
പിന്നെ ചിക്കൻ സ്റ്റാളിൽ പോകുമ്പോൾ എങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിലുണ്ട്. അപ്പോൾ എന്നാലും ഈ കോഴി എല്ലാ കോഴിയും വെളുത്തതായിരിക്കും അവരുടെ കോഴി. നാടൻ കോഴിയെ കാണുന്നില്ല, നമ്മുടെ വളർന്നൊരു പരിസ്ഥിതി അല്ല. അപ്പം ആ രീതിയിലുള്ള പരിസ്ഥിതി സൗഹൃദമായിട്ട് വരിക, ബാക്കിയുള്ള എല്ലാ സാമൂഹിക വിഭാഗങ്ങളെയും ഇടകലർത്തിക്കൊണ്ടുള്ള ഒരുമിച്ച് കൊടുക്കാവുന്ന രീതിയിൽ. കാരണം അവിടെ അപ്പോൾ ചിലപ്പം പിന്നെ മതപരമായ സിമ്പിളൊന്നും അവിടെ ഉപയോഗിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. അങ്ങനെയുള്ള സംഭവം സിലബസിനകത്ത് അത്തരം വിവിധ വിഭാഗങ്ങൾക്ക് മതങ്ങളുടെയും ഒരു അന്തസത്ത പഠിപ്പിച്ചു കൊടുക്കുന്ന രീതി, അന്തസത്ത അത്ര മാത്രമേ ഉള്ളൂ. നന്മയുടെ വഴിയെ പോകാനുള്ളത്. അല്ലാതെ ഈ ബൈബിളിലെയും ഖുറാനിലെയും ഭഗവത്ഗീതയിൽ എഴുതി വെച്ചിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഈ കണോണ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സാധനം ഇവിടെ കൊണ്ടൊന്നും ഇംപ്ലിമെൻറ്റ് ചെയ്യല്ല. അതിനകത്ത് നല്ല അംശങ്ങൾ എടുക്കുക എന്നുള്ള രീതിയിലേക്ക് മൊത്തമുള്ള ടീച്ചേഴ്സിന് കൃത്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക, സ്റ്റുഡൻസിൻ്റെ രജിസ്റ്റർ കൃത്യമായിട്ട് ഇതാക്കുകയും അതിനകത്ത് അവരുടെ ഓരോ സ്റ്റാറ്റസ് അതാത് സമയത്ത് അപ്ഡേറ്റ് ചെയ്യുകയും അധ്യാപകർ അത് മോണിറ്റർ ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യുന്ന രീതിയിലുണ്ടാകുക. കാണാതെ പഠിക്കുക എന്നുള്ള സംഭവം നമ്മുടെ നാട്ടിലെന്തോ ഇരുന്നിരുന്നിങ്ങനെ വായിക്കുക. 1919 ദൗലത്ത് ആക്ട് ഉണ്ടാക്കി, അതിനെ തുടർന്ന് നിങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ദൗലത്ത് ആക്ട് എന്താണെന്ന കൊച്ചിനെ പഠിപ്പിക്കുന്നില്ല. 1919 ഇത് ഉണ്ടാവാനുള്ള കാരണം എന്താണെന്നുള്ള അറിയുന്നില്ല. ജാലിയൻ വാലാബാഗിൻ്റെ ചരിത്രം മനസ്സിലാവുന്നില്ല. പിറ്റേന്ന് കുറിച്ചോട് ചോദിച്ചാൽ അറിയത്തില്ല. പരീക്ഷയ്ക്ക് കാണാതെ പഠിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ അപകടമാണ്. അത് നമ്മളെ PSC ടെസ്റ്റിൽ പോലും ഉണ്ട്, നമ്മുടെ UPSCയിലും PSCയിലും ഒക്കെ ഉണ്ട് കുഴപ്പം. ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് ചോദ്യങ്ങൾ വരുന്നത്. അവരുടെ ഒരു അഭിരുചിക്ക് അനുസരിച്ചിട്ടുള്ള കാര്യങ്ങളിലേക്ക്, ഹയർ എഡ്യൂക്കേഷനിലേക്ക് പോകാൻ വേണ്ട പ്രാഥമികമായിട്ടുള്ള പരിശീലനം നൽകുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, കാണാതെ പഠിക്കുന്നതിന് പകരം വളരെ അനുഭവത്തിലൂടെ പ്രായോഗികമായി ചില വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ്. എൻ്റെ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ എൻ്റെ കസിൻ്റെ കൊച്ചുണ്ടായിരുന്നു. കൊച്ചിനോട് നമ്മൾ അയൺ ചെയ്യുന്ന സമയത്ത് എപ്പോഴും കൊച്ചിന് 3 വയസ്സേ ഉള്ളൂ. ഇവൻ വന്നിട്ട് അതേ തൊടാൻ വരും അയൺ ബോക്സിൽ. ഇതിനെ പിടിച്ചു മാറ്റണം. ഇവൻ്റെ അമ്മയ്ക്കും ഒക്കെ എൻ്റെ പണിയാണ്. അപ്പം ഞാൻ അവരുടെ വീട്ടിൽ, എൻ്റെ ആന്റിയുടെ വീട്ടിൽ അവിടുത്തെ കുറച്ച് ദിവസം താമസിച്ചാൽ, അപ്പം എൻ്റെ കസിൻ്റെ വൈഫാണ്. ഈ കുഞ്ഞിങ്ങനെ വരും. ഇവൻ എങ്ങ് വന്നാലും ഇതാവും തൊടണം, നിർബന്ധമാണ്. തൊട്ട് നോക്കണം എന്ന് പറഞ്ഞു. ഞാൻ മെല്ലെ പിടിച്ചിട്ട് വിരൽ മാത്രം തൊടിയിച്ചു. ജീവിതത്തിൽ പിന്നെ അവൻ അയൺ ബോക്സിൽ തൊട്ടിട്ടില്ല. അപ്പോൾ എന്ന് വെച്ചാൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന സാധനം നമ്മൾ തൊട്ടാൽ പൊള്ളൂ എന്ന് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല, പൊള്ളുമ്പം മനസ്സിലാവും. പിന്നെ അവന് ഞാൻ ഇടയ്ക്ക് തുണി വെക്കുമ്പോൾ കുഞ്ഞെങ്ങി വന്ന ഈ അയൺ ബോക്സ് കണ്ടാൽ അടുത്തോട്ട് വരത്തില്ല. ഈ രീതിയിൽ അനുഭവങ്ങളിലുള്ള പഠിപ്പിക്കുക, അത് പ്രായോഗികമായിട്ടുള്ള പഠനം നൽകുക എന്നുള്ളതാണ്. ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് കേന്ദ്രഭരണങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സംസ്ഥാനങ്ങളിലുമായിട്ടാണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അത് നിരവധി റൗണ്ടുകളിലൂടെ ഇതിൽ എല്ലാ സ്കൂളുകൾക്കും അപേക്ഷിക്കാം. നിരവധി റൗണ്ടുകളുണ്ട് ഇതിനകത്ത്. കാരണം ഞാൻ പറഞ്ഞില്ല, ഒരു ബ്ലോക്കിൽ 2 എണ്ണം തന്നെ എടുക്കപ്പെടുന്നത്. ഒരുപാട് റൗണ്ടുകളിലൂടെ മത്സരിച്ചിട്ട് വേണം ഇതിൽ ഈ സെലക്ട് ചെയ്യപ്പെടാൻ. 27,360 കോടി രൂപയാണ് കേന്ദ്ര ഗവൺമെൻറ് മാറ്റിവെച്ചിട്ടുള്ളത്. 60:40, അതായത് 60% കേന്ദ്രവും 40% സംസ്ഥാനങ്ങളും വഹിക്കണമെന്നുള്ളതാണ്. പക്ഷേ നോർത്ത് ഈസ്റ്റ് മേഖലയിലുള്ള സംസ്ഥാനങ്ങളിൽ 90:10 എന്നുള്ളതാണ്. 90% കേന്ദ്ര സർക്കാർ വഹിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് അവിടുത്തെ ഒരു പ്രത്യേക സ്ഥിതി നമുക്കറിയാലോ. ഒന്നാമത് എത്നിക് കൾച്ചർ, സാമ്പത്തികാവസ്ഥയേക്കാൾ കൂടുതൽ അവരുടെ എത്നിക് കൾച്ചറിൽ നിന്നൊന്നും അവരെ പുറത്തേക്ക് എടുപ്പിക്കുക എന്നുള്ള വലിയ, ഇപ്പോൾ കുക്കികളും എയ്ത്തികളും കടന്ന് മണിപ്പൂരി കാണിക്കുന്ന നമുക്കറിയാം. അപ്പോൾ ഈ ധാരണാപത്രത്തിൽ ഒപ്പിടാത്ത സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് കേരളം, ഒന്ന് തമിഴ്നാട്, ഒന്ന് പശ്ചിമ ബംഗാൾ. അതിൽ ആലോചിക്കേണ്ടത് കേരളം എവിടെ കിടക്കുന്നു, ബംഗാൾ എവിടെ കിടക്കുന്നു എന്നുള്ള. ബംഗാളികൾ ഇവിടെ വരുന്ന എന്തിനാ? ബംഗാളികൾ ആരെങ്കിലും ഇവിടെ ഏതെങ്കിലും ഓഫീസിലെ മാനേജറായിട്ട് കണ്ടിട്ടുണ്ടോ? തമിഴ്നാട്ടുകാരെ കണ്ടിട്ടുണ്ട്, ബാക്കിയുള്ളവരെ കണ്ടിട്ടുണ്ട്. വേണ്ട, ഇവിടെ ബംഗാളികളെ ആരെങ്കിലും ഇവിടുത്തെ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടോ? ബംഗാളികളെ ആരെങ്കിലും നമ്മളിവിടെ കേരള കേഡറിൽ ബംഗാളി ഉദ്യോഗസ്ഥര് IASകാരോ IPSകാരോ വന്നതായിട്ട് പോലും വളരെ അപൂർവമായിട്ടേ ഉള്ളൂ. കൗബെൽറ്റിൽ നിന്ന് ഉൾപ്പെടെയുള്ള ഒരു ഇഷ്ടം പോലെ വരുന്നുണ്ട്. രാജസ്ഥാനി ആയിരുന്നു നമ്മുടെ മറ്റേ ഇയാൾ, നമ്മളെ ഇടയ്ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷണറൊക്കെ ആയിരുന്ന ടിക്കാറാം മീണ. അങ്ങനെയുള്ള പല വിഭാഗത്തിൽപ്പെട്ട പല സംസ്ഥാനങ്ങളിൽ നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. തമിഴ്നാട് കേഡറിൽ നിന്ന് വരുന്നുണ്ട്. ബംഗാളി കേഡറിൽ നിന്ന് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അപൂർവമായിട്ടാണ് വരുന്നത്. അപ്പോൾ അതാണ് ബംഗാളിൻ്റെ ഒരു അവസ്ഥ. തമിഴ്നാടിൻ്റെ അവസ്ഥ എന്താ? ഹിന്ദി ഹറാമാണ്. ഹിന്ദി ഹറാമാണ് അവർക്ക്. അപ്പോൾ അങ്ങനെയുള്ള നിൽക്കുന്ന സ്ഥിതിയിലേക്ക് കേരളം, അവരുടെ കൂട്ടത്തിൽ കേരളത്തിൻ്റെ പേര് പരാമർശിക്കപ്പെടുക എന്നത് മലയാളികൾക്ക് അപമാനമാണ്. ഈ നിലപാട് എടുക്കുന്നത് ഇപ്പോൾ ആരും പഠിക്കണമെന്നൊന്നും മമതാ ബാനർജിക്ക് പഠിപ്പേ വേണമെന്നില്ല. കാരണം പഠിച്ചാൽ അവർ താഴെ പോകും. അവിടെയുള്ള മനുഷ്യർ വിദ്യാഭ്യാസം ഇല്ലാത്തവരായിട്ട് അങ്ങനെ നിന്ന് കഴിഞ്ഞാലും അവിടെ ഗരീബി ഘടാവോയോ അല്ലെങ്കിൽ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ മമതയുടെ കഥ കഴിഞ്ഞു. ഇവർ എഴുതാനും വായിക്കാനും പഠിച്ചു കഴിഞ്ഞാൽ മമതയുടെ ഏർപ്പാട് തീർന്നു. അപ്പോൾ അതുകൊണ്ട് മമത അതിന് നിൽക്കത്തില്ല. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചരിത്രം തിരുത്തുന്ന രീതി നമ്മൾ പലപ്പോഴും ഉണ്ടായിരുന്നു. അപ്പം ചരിത്ര ഗവേഷണ കൗൺസിൽ തന്നെ ഇപ്പോൾ കോൺഗ്രസ് സർക്കാരുകളൊക്കെ ഭരിക്കുന്ന സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കോൺഗ്രസ്സുകാർക്ക് വലിയ ചരിത്രബോധമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിനകത്ത് മുഴുവൻ ലെഫ്റ്റ് വിങ്ങിൽപ്പെട്ട, പ്രത്യേകിച്ചും സോക്കോൾഡ് കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു അതിനകത്ത് ചരിത്രം എഴുതിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ പലപ്പോഴും വക്രീകരിച്ച് എഴുതിയിട്ടുണ്ട്. BJP വന്നപ്പോൾ BJP അതിനേക്കാളും അതിനെ മോശമാക്കി. എല്ലാം മൊത്തം മറ്റവർ ഫുള്ളായിട്ട് റെഡ് പെയിൻ്റ് അടിച്ചിട്ടില്ലായിരുന്നു. അവരിങ്ങനെ ഇടയ്ക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഡയല്യൂട്ട് ചെയ്തിട്ടൊക്കെ കൊടുത്തത്. ഇവർ വന്നപ്പോൾ അത് മൊത്തം കാവ്യം കടിക്കാൻ തുടങ്ങി. ഇതൊക്കെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ വളരെ തെറ്റായിട്ടുള്ള മെസ്സേജ് ആണെന്നുള്ളൊരു സംഭവമുണ്ട്.
അപ്പോൾ കമ്പ്യൂട്ടർ വന്നപ്പോൾ എതിർപ്പുണ്ടായിരുന്ന ഒരു നാടാണ് നമ്മുടെ കേരളം ഉൾപ്പെടെ. കമ്പ്യൂട്ടറിൻ്റെ പഠനത്തിൻ്റെ അംഗീകരിക്കുന്ന അവസ്ഥയിലേക്ക് അവർ പോലും എത്തിപ്പോയി. കാരണം കമ്പ്യൂട്ടർ കാലഘട്ടത്തിന് അനിവാര്യതയാണ്. എല്ലാവരും കൊണ്ടു നടക്കുന്ന ഏറ്റവും പുതിയ മോഡൽ ഫോണാണ് കൊണ്ടു നടക്കുന്നത്. കാലഘട്ടത്തിനനുസരിച്ച് പിന്നെ സഞ്ചരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക്. ഞാൻ പറഞ്ഞല്ലോ, ശിവൻകുട്ടി വലിയ വിദ്യാഭ്യാസ വിചക്ഷണമൊന്നുമല്ല. ശിവൻകുട്ടി ഇപ്പം ഈ ഇമ്പിച്ചുവാവ വലിയ വിദ്യാഭ്യാസമുള്ള ആളൊന്നും അല്ലായിരുന്നു. ഇമ്പിച്ചുവാടെ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇപ്പം MM മണിയാശാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിയാശാൻ്റെ നാക്ക് പുറത്തോട്ടിട്ട് കഴിഞ്ഞാൽ അലമ്പാറെന്ന് വെച്ചാൽ നമുക്ക് അപ്പം ഒരു കാലെടുത്ത് എറിയാൻ തോന്നി. ഇപ്പം വൃത്തികളെ പറയത്തുള്ളൂ. പക്ഷെ മണിയാശാൻ മന്ത്രി ആയി കഴിഞ്ഞപ്പോൾ മന്ത്രിസ്ഥാനം കൃത്യമായിട്ട് കൊണ്ടുവരുന്നിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും വകുപ്പ് കൃത്യമായിട്ട് കൊണ്ടുവരുന്നുണ്ട്. അപ്പം അതിന് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടിരുന്ന ഒരാൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ചില തീരുമാനങ്ങൾ ചീഫ് സെക്രട്ടറിയുടെ പോലും ഇടപെടലുണ്ടായിട്ട് അതിൽ ചുവപ്പ് വര വരയ്ക്കാനായിട്ട് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. കാരണം കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു മന്ത്രിയായിരുന്നു MM മണി. പാവം നിൽക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരാറുണ്ട്. പക്ഷെ മന്ത്രി എന്നുള്ള രീതിയിൽ ഒരു കുറ്റവും പറയാനില്ലായിരുന്നു MM മണിയെ കുറിച്ച്. അപ്പം വിഷണറി ആയിട്ടുള്ള ലീഡേഴ്സ് ഉണ്ടാകുക എന്നുള്ളതാണ്. അവരെ രാഷ്ട്രീയ സമ്മേളനത്തിൽ അവരെന്ത് പറയുന്നു എന്നുള്ളതല്ല, അവരിരിക്കുന്ന പൊസിഷനകത്തിരുന്നുകൊണ്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് ആലോചിക്കേണ്ടത്. പലപ്പോഴും പല ഫണ്ടുകളും തട്ടിമാറ്റുന്ന സംഭവങ്ങളുണ്ട്. ഇപ്പം PMGYK എന്ന് പറയുന്നത് പിന്നെ മതന്യൂനപക്ഷങ്ങളും അതേപോലെ തന്നെ സമുദായ ന്യൂനപക്ഷങ്ങളും അങ്ങനെ ന്യൂനപക്ഷ ഉപാധിപ്പെട്ടവരെ കൂടുതൽ ഉദ്ദേശിക്കുന്ന ട്രൈബൽസിനെയൊക്കെയാണ്. അങ്ങനെ കൊണ്ടുവന്ന ഫണ്ട് മുഴുവൻ വഹാബ് അടിച്ചുകൊണ്ട് പോയി. വഹാബിൻ്റെ സ്വന്തം സാധനം അത് സെൽഫ് ഫിനാൻസിങ് ആയിട്ട് എന്നാ മാറുന്നതെന്ന് അറിയത്തില്ല. സ്വന്തം കോളേജിലോട്ട് അമൽ കോളേജിലോട്ട് കൊണ്ടുപോയി വഹാബ്. അതിന് കത്ത് കൊടുത്തത് സംസ്ഥാന സർക്കാരാണ്. MP പിന്നെ രാജേഷിൻ്റെ മന്ത്രിയായിരിക്കുമ്പം BPP മുസ്തഫ കണ്ണൂരെ കാസർകോട്ടെ കണ്ട് CPM-ന്റെ നേതാവ് പുള്ളിയാണ് കത്ത് കൊടുത്തത്. വഹാബ് എല്ലായിടത്തും പോയിട്ട് കെഞ്ചിട്ട് കോടീശ്വരനാണ്. എന്നിട്ട് അതിന് പുറമെ എല്ലായിടത്തും പോയിട്ട് കാല് പിടിച്ച് അപ്രൂവൽ കിട്ടാൻ വേണ്ടിയിട്ട് നിർണായകമായ ഒരു വോട്ടെടുപ്പിൽ രാജ്യസഭ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പങ്കെടുക്കാതിരിക്കുകയും ചെയ്തു. BJP സോപ്പിടണം. BJP-ക്കാരെ ഇടയ്ക്ക് പൂർത്തി സംസാരിക്കുന്ന രീതി ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ തനി ഇങ്ങനെയുള്ള കച്ചവട താല്പര്യങ്ങളോടുകൂടി പോകാതെ ഇത് ഈ കിട്ടുന്ന സ്കൂളുകൾ അർഹമായ സ്കൂളുകളിലായിരിക്കണം. പിന്നെ CPI-ക്കാർ എനിക്കറിയത്തില്ല, CPI-ക്കാർക്കാണ് ഇപ്പോൾ ഇതിൽ പ്രതിഷേധമുള്ളതെന്നാണ് പറയുന്നത്. ശിവൻകുട്ടിക്ക് കുറച്ച് പണ്ട് പിന്നെ ലാപ്ടോപ്പൊക്കെ തല്ലിപ്പൊളിച്ചതിൻ്റെ കുറ്റബോധം കൊണ്ടാണോ എന്നറിയില്ല. ഞാൻ ഈ CPI-യെ സംബന്ധിച്ച് CPI-ക്ക് കഴിഞ്ഞ ദിവസം കുണ്ട്രയിൽ 700ഓളം പേര് CPI രാജിവെച്ചു. കടക്കൽ അവിടെ 120 പേര്. ഇന്നിപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ ഒരു സ്ഥലത്ത് ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഉൾപ്പെടെ രാജിവെച്ച് CPM ചേരുന്ന കാഴ്ചയുണ്ട്. CPI മൊത്തത്തിൽ രാജിയാണ്, പർവ്വത രാജി നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇങ്ങനെയുള്ള വിവാദങ്ങളിൽ നിന്നൊക്കെ ഒളിച്ചോടാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമാണോ അത്? രാജനെ ആകെ നമ്മൾ കണ്ടിട്ടുള്ളത് തൃശ്ശൂർ പൂരം വരുമ്പോൾ അവിടെ ഇങ്ങനെ പോകുന്നു, സുരേഷ് ഗോപിയെ കെട്ടിപ്പിടിക്കുന്നു, പിന്നെ അവിടെ കിടന്ന് അഭ്യാസം കാണിക്കുന്നു എന്നുള്ളതല്ലാതെ ഇതിനു മുമ്പുണ്ടായിരുന്ന അവരുടെ നിയമസഭാ കക്ഷി നേതാക്കന്മാരെ ആലോചിക്കണം. C ദിവാകരൻ അവരുടെ നിയമസഭാ കക്ഷി നേതാവായിരുന്നു. നിയമസഭാ കക്ഷി നേതാവ് അല്ലെങ്കിലും മന്ത്രിയായിരുന്നു നമ്മുടെ സുനിൽകുമാർ. K ഇസ്മായിൽ നിയമസഭാ കക്ഷി നേതാവായിരുന്നു. പിന്നെ 2 ചന്ദ്രശേഖരൻ നായന്മാർ. പിന്നെ ഇങ്ങനെയുള്ള ഒരുപാട് മനുഷ്യരായിരുന്നേ. രാജനെ ആകെ തൃശ്ശൂർ പൂരത്തിന്റെ സമയത്ത് അവിടെ എല്ലാം പുള്ളി സുരേഷ് ഗോപിയെ പുകഴ്ത്തുക, സുരേഷ് ഗോപി പുള്ളിയെ പുകഴ്ത്തുക, കെട്ടിപ്പിടിക്കുക. അപ്പൊ ഇതിനകത്ത് ഈ CPI-യുടെ എതിർപ്പ് ഒരു ഘടകമേ അല്ല എന്നാണ് പറയുന്നത്. CPI-യുടെ എതിർപ്പൊന്നും ഇതിനകത്തൊരു ഘടകമല്ല. ഇച്ഛാശക്തിയോട് പിന്നെ മുന്നോട്ട് പോയിട്ട് ഈ കാര്യങ്ങൾക്കകത്ത് കാരണം നമുക്ക് അർഹമായത് പിടിച്ചു വാങ്ങാൻ തന്നെയാണ് ശ്രമിക്കേണ്ടത്. 60% അവർ ഇൻവെസ്റ്റ് ചെയ്യുമല്ലോ. അങ്ങനെ വന്നിട്ട് അത്തരം മോഡൽ സ്കൂളുകൾ വരുമ്പോൾ ഞാൻ പറഞ്ഞത് മൊത്തം ഒരു റവല്യൂഷൻ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകും. കാരണം ഈ മോഡൽ സ്കൂളുകൾ എന്ന് പറഞ്ഞാൽ അത് കൊണ്ടുവരുന്നതിൻ്റെ ഉദ്ദേശം ബാക്കിയുള്ളവരുത്. ഇപ്പോൾ സിനിമ ആലോചിച്ച് നോക്കിയേ, കുട്ടികളുടെ അഭിരുചി അവരുടെ സ്കില്ല് അതിനെ പ്രൊമോട്ട് ചെയ്യാന്നാണ് വേണ്ടേ. ഇപ്പോൾ സ്പടിക സിനിമയ്ക്കകത്ത് പിന്നെ തിലകൻ്റെ ചാക്കോ മാഷ് എന്ന് പറയുന്ന കഥാപാത്രം മോഹൻലാലിനെ കണക്ക് പഠിപ്പിച്ച് കിടങ്ങുന്നുള്ള വാശിയിൽ പോയതുകൊണ്ടാണല്ലോ കുഴപ്പം. അഭിരുചി ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. ആപ്റ്റിറ്റ്യൂഡ്. അതിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. അത് ആ രീതിയിലാണ്. പാറ്റയെ കണ്ട പേടിയുള്ള കൊച്ചിനെ പിടിച്ചിട്ട് എൻട്രൻസ് കോച്ചിങ്ങിന് പറഞ്ഞേക്കും. ഏത് എന്നിട്ട് വേണം മറ്റേതും ബാക്കിയുള്ളതെല്ലാം കീറാൻ. പാറ്റയെ കണ്ട പേടിയാ, പുള്ളിനെ കണ്ട പേടിയാ. പാറ്റ അവിടെ കണ്ട സ്കൂളിനെ മേളിൽ കയറിയിരിക്കും. ആ കൊച്ചിനെയാണ് ഇതിന് വിടാൻ പോകുന്നത്. അപ്പം ഞാൻ പറയുന്നത് ഓരോരുത്തർക്കും ഓരോ സ്കിൽ ഉണ്ടാവും. ഒന്നാം സമയം ചെറിയ പിള്ളേരുണ്ട്, ചില പിള്ളേരുണ്ട് ചെറുപ്പത്തിൽ തന്നെ വല്ല പട്ടികയാണെങ്കിൽ കിട്ടിക്കഴിഞ്ഞാൽ വല്ല കസര ഇതൊക്കെ ഉണ്ടാക്കി വല്ല ശില്പം ഉണ്ടാക്കാനൊക്കെ നോക്കുന്നവരെ അവരെ. ഇപ്പം എൻ്റെ രണ്ടാമത്തെ കൊച്ചെന്ന് പറഞ്ഞാൽ എത്ര കംപ്ലൈന്റ് ആയിട്ടിരിക്കുന്ന ഒരു മൊബൈലോ ഇലക്ട്രോണിക് ഉപകരണം കൈ കിട്ടിക്കഴിഞ്ഞാൽ അവനത് റെഡിയാകും. അവനെ വിടേണ്ടത് ആ മേഖല ഇലക്ട്രോണിക് എഞ്ചിനീയറിംഗ് വയ്ക്കാൻ വിടേണ്ടത് അതിനുള്ള രീതിയിൽ. പിന്നെ അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം, അധ്യാപകർക്ക് തിരിച്ചറിയാൻ പറ്റണം. എൻ്റെ കൂട്ടത്തിൽ തന്നെ എൻ്റെ നാട്ടിൽ ഉള്ള ഒരു സഹപ്രവർത്തനം ഉണ്ടായിരുന്നു. പുള്ളിയെ സംബന്ധിച്ചിട്ട് പുള്ളിക്കും ഇതേ രീതിയിലൊക്കെ തന്നെയാണ്. എന്തും റിപ്പയർ ചെയ്യും. പുള്ളി ഇപ്പോൾ വലിയൊരു മൊബൈൽ കടയുടെ ഓണറൊക്കെയാണ്, മൊബൈൽ ഷോപ്പിൻ്റെ ഒക്കെ ഓണറാണ്. പുള്ളി മൊബൈലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താ കാണിക്കുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ പുള്ളി തൊട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ മൊബൈൽ റെഡിയാണ്. അല്ല, ഇവരൊക്കെ IIT-യിലൊക്കെ പോയിട്ട് പഠിക്കാനുള്ള IIT വേണ്ട, ഇവിടുത്തെ ഏതെങ്കിലും സാമ്പത്തികം മതിയാ. ഇവരൊക്കെ IIT പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പം നൊബേൽ പ്രൈസ്
പിന്നെ ടെക്നോളജിക്ക് വേണ്ടിയിട്ട് പിന്നെ ശാസ്ത്ര മേഖലയിൽ പിന്നെ നൊബേൽ പ്രൈസ് വരെ കിട്ടാൻ യോഗ്യരാകുന്നേ. നമ്മൾ കരുതുന്ന രീതിയിലല്ല. ഈ ആളുകളുടെ സ്കില്ലിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് സ്കാൻഡിനേവിയൻ കൺട്രീസിൻ്റെ, യൂറോപ്യൻ കൺട്രീസിലൊക്കെയുള്ള അവരുടെ ഒരു വിദ്യാഭ്യാസ രീതി. ആ രീതി ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യണം എന്നുള്ള അഭിപ്രായക്കാരനാണ്. ഒരാൾക്ക് ഒരു കൊച്ചിന് തുന്നലിന് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവൾ നാളെ ഏറ്റവും മിടുക്കിയായിട്ടുള്ള ഫാഷൻ ഡിസൈനറായിട്ട് മാറും. പിന്നൊരു കാര്യമുണ്ട്, ചിലപ്പോൾ രക്ഷിതാക്കൾ ഒരു നിബന്ധന വെക്കും, ബേസിക് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് അതിലേക്ക് പോകും. അപ്പോൾ എൻ്റെ കസിൻ്റെ മോനുണ്ടായിരുന്നു, അവന് സ്കൂൾ തൊട്ട് തന്നെ അവന് വയലിനിൽ ബാക്കിയുള്ള ഹാർമോണിയത്തിൽ ഇതിലൊക്കെ വളരെ വിദഗ്ധൻ. അവന് സംഗീതം പഠിക്കണം എന്നുള്ളതായിരുന്നു. അവനോട് പറഞ്ഞ ഗ്രാജുവേഷൻ കഴിയട്ടെ. അവന് ഡിഗ്രി പഠിച്ചത് ആലുവ UC കോളേജിലാണ്. ഇപ്പം അവനെ ഹയർ എഡ്യൂക്കേഷൻ ഒരു പുറത്തോട്ട് വിടുക മ്യൂസിക്കിന്. അത് മാത്രമല്ല, ഇതിനകത്ത് വേറെ വിഷയം എന്ന് പറഞ്ഞാൽ, ഇപ്പം ഡീപ്പിലേക്ക് ഞാൻ പോകുന്നില്ല, ഒരുപാട് കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള പ്രശ്നം സത്യത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ ആവശ്യമില്ലാത്ത വിവാദങ്ങൾ ഉണ്ടാവുന്നത്. പണ്ട് ഒരു ചൊല്ലുണ്ടായിരുന്നു, കവിതയായിരുന്നു തോന്നുന്നു അല്ലേ, മതമല്ല 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 പ്രശ്നം, എരിയുന്ന വയറിൻ്റെ തീയാണ് പ്രശ്നം. അതേപോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, ഈ ഹിജാബല്ല 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 പ്രശ്നം. കുട്ടികളവിടെ പിന്നെ ആര് പഠിപ്പിക്കുന്നു എന്നതല്ല പ്രശ്നം, എന്ത് പഠിപ്പിക്കുന്നു എന്നതാണ് പ്രശ്നം എന്നതുകൂടി വിഷയം എന്ന രീതിയിലേക്ക് മാറി ചിന്തിക്കേണ്ടുന്നൊരു കാലഘട്ടത്തിൽ CPIക്കാർ ഇപ്പോഴും പ്രാകൃതമായ യുഗത്തിൽ ട്രാക്ടറിനെയും കമ്പ്യൂട്ടറിനെയും എന്നാൽ പിന്നെ എതിർക്കുന്ന ആ കാലത്തിലേക്ക് തിരിഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ CPM കുറച്ചും കൂടി വിഷണറി ആയിട്ട് മുന്നോട്ട് പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ കൈ കൊടുക്കുന്നത് ആരുമായിട്ടാണെങ്കിലും ആ കൈ കൊടുക്കുന്നതിൻ്റെ പിന്നിൽ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്നുള്ളതാണ്. കേന്ദ്ര ഗവൺമെൻറ് പ്രൊജക്റ്റ് അത് ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് സ്റ്റാലിനും മമതയും എടുക്കുന്ന വഴിയല്ല പോകേണ്ടത്. നമുക്ക് കിട്ടാൻ അർഹമായത് നേടിയെടുക്കുകയും അവർ വെക്കുന്ന നോംസ് ഉണ്ടാവും, അത് നമുക്ക് അതിനകത്ത് എന്തെങ്കിലും പിന്നെ അവരുമായിട്ട് പിന്നെ ചില കാര്യങ്ങളിൽ നെഗോഷിയേഷൻ നടത്തണമെങ്കിൽ നെഗോഷിയേഷൻ നടത്തിയിട്ട് കേരളം അതിൻ്റെ ബെനിഫിഷ്യറി ആയിട്ട് രാജ്യത്തിൻ്റെ കൂടെ സഞ്ചരിക്കണം എന്നുള്ള അഭിപ്രായമാണ് എനിക്ക് അതിനകത്തുള്ളത്.